ശ്രീകാന്ത് നൈറ്റ് ഇട്ടത് കണ്ട് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അമ്മ ഉറക്കാർത്ത് വിളിക്കുകയാണ്, കള്ളി കള്ളി എല്ലാവരും ഓടി വാന്നൊക്കെ. ശ്രുതിയും താഴോട്ട് വരുമ്പോൾ അമ്മ പറയും, ഉള്ളിലൊരു കള്ളിയുണ്ട്, മോഷ്ടിക്കാൻ കയറിയതാ ഉറപ്പാണെന്ന് പറയും. അമ്മ ഇങ്ങനെ പറയും, അതിൻ്റെ ഉള്ളിൽ കള്ളിയുണ്ട്, ഞാൻ കണ്ടതാന്നൊക്കെ പറയും. രേവതി അറിയാം അമ്മ വല്ല സ്വപ്നം കണ്ടായിരിക്കും പറയും. ഇത് കേൾക്കും അമ്മയ്ക്ക് ദേഷ്യം വരും. രേവതി പറയും, പിറകുവശത്തെ മുൻവശത്തേക്ക് വാതിൽ ഞാൻ അടച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഒരാൾ കയറാൻ നോക്കും. അമ്മ പറയും, പിറകുവശത്തെ വാതിൽ നീ അടച്ചു കാണില്ല, ആദ്യം ഇവളൊന്നും ശരിയാക്കട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ശരിയാക്കും എന്ന് പറയും. അവരൊക്കെ പറയും പോലീസിനെ വിളിക്കാമെന്ന് പറയും. സച്ചി പറയും, മാറിയൊക്കെ ഞാൻ പോയി നോക്കാറ്. രേവതി അറിയാം അതൊന്നും വേണ്ട, ചിലപ്പോൾ അവളുടെ കൈ കത്തി ഉണ്ടെങ്കിലോ, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. ശ്രുതി പറയും, കത്തി ചിലപ്പോൾ അടുക്കളയിലുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, സച്ചി ചെല്ലിയതെന്ന് പറയും. അപ്പോൾ രേവതി, ആഹാ എൻ്റെ ഭർത്താവിനെ നിനക്ക് കൊല്ലണമല്ലേ, എൻ്റെ ഭർത്താവിനോട് പോയി നോക്കാൻ പറ. ഇത് കേട്ട് ശ്രുതി പറയും, ഞാനില്ല, ഞാൻ വേണേ ഡോറ് പിടിക്കാം. ഇവർ പിന്നെയും പോലീസിനെ വിളിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, പോലീസിനെ വിളിക്കണ്ട സച്ചി, നീ പോയിട്ട് അവളെ പിടിച്ചോണ്ട് വാ, അവൾ ആരാണെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറയും. സച്ചി ഡോറ് തുറന്ന് ഉള്ളിൽ കയറും, എന്നിട്ട് ലൈറ്റ് ഇടും. അപ്പോൾ ഉണ്ടാവും ശ്രീകാന്ത് തിരിഞ്ഞ് നിൽക്കുന്നു. ആരാടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടില്ല. ശ്രുതി പറയും, ആ വടി വെച്ചിട്ട് അവളുടെ തല അടിച്ച് പൊട്ടിക്കുന്നു പറയും. അച്ഛൻ പറയും, അതൊന്നും ചെയ്യണ്ട, ആദ്യം ആളാരാണെന്ന് അറിയണമെന്ന് പറയും. സച്ചി പറയും, തിരിഞ്ഞില്ലേ ഇതിൻ്റെ തല അടിച്ച് പൊട്ടിക്കുന്നു പറയും. അപ്പോൾ ശ്രീകാന്ത് തിരിയാണ്. ഇത് കണ്ട് എല്ലാവരും എന്താ വിട്ടേക്കുക. അച്ഛൻ ചോദിക്കും, ഇത് എന്തോന്ന് കോലാടാന്ന് ചോദിക്കും. അമ്മ ശ്രീകാന്തിനെ ഇങ്ങനെ അടിക്കുകയാണ്. സച്ചിക്കാണ് ഇത് കണ്ടിട്ട് ചിരി നിർത്താനും പറ്റുന്നില്ല. വർഷമാണ് ഇതൊന്നും അറിയാതെ ഹെഡ്ഫോൺ വെച്ചിട്ട് അകത്ത് പാട്ട് കേൾക്കുകയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് ഹെഡ്സെറ്റ് ഊരുമ്പോഴാണ് വർഷ ശ്രീകാന്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അവൾ പുറത്ത് വരും. ആ മുണ്ടും ബനിയനും കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. അമ്മ വയ്ക്കും, നീ എന്തിനാ ഇവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടത് വയ്ക്കും. ഇത് കണ്ടിട്ട് ശ്രുതി അവരെ കളിയാക്കുകയാണ്. വർഷ കാര്യം പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയും, അവൾ പറഞ്ഞിട്ടല്ലേ നീ വേഷം കെട്ടി, നാണം കെട്ടാമെന്ന് പറയും. ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്താന്നൊക്കെ വർഷ പറയും. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടാവില്ല. ഇത് കേട്ടിട്ട് അച്ഛനും ചെറുതായിട്ട് ചൂടാവും. അച്ഛനും പറയും, ഇത് തമാശയല്ല, പാതിരയ്ക്കുള്ള കൂത്താണെന്നൊക്കെ പറയും. വർഷ അച്ഛനോട് പരാതി പറയുമ്പോൾ അച്ഛൻ പറയും, കളി തമാശകളൊക്കെ നിങ്ങളുടെ റൂമിലാവുന്നതാണ് നല്ലത്, എല്ലാം വേണം, പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയും. അച്ഛനും അമ്മയും പോയി കഴിയുമ്പോൾ സച്ചിയും ശ്രുതിയും കൂടി ശ്രീകാന്തിനെ പിടിച്ചിരുത്തി ഡായല്ല ഡി ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തമാശ കളിക്കും. എന്നിട്ട് ശ്രുതി ആ ഡ്രസ്സിൽ തന്നെ അവരെ എല്ലാവരെയും കൂടി നിർത്തിയിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. പിന്നെയും ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ശ്രീകാന്ത് ഓടിക്കളയും. രാവിലെ രേവതി ചായ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സച്ചി വന്ന് ചോദിക്കും, ഇതൊക്കെ നീ തന്നെ ചെയ്യണോ, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, നീ ഇന്ന് പൂവെടുക്കാൻ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, അത് രാവിലെ 5 മണിക്ക് തന്നെ പോയി വന്നു എന്നൊക്കെ പറയും. സച്ചി പറയും, നീ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടുത്തെ ജോലിയെല്ലാം കൂടി നീ ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ 2 മരുമക്കൾ ഇനിയും ഉണ്ടല്ലോ, അവരെടുക്കട്ടെ എന്ന് പറയും. ആ സമയത്ത് അമ്മ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, രേവതി ഒരു ചായ എടുത്തിട്ട് വാന്ന് പറയും. സച്ചി ഇതിൻ്റെ പേരിൽ അമ്മയായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അമ്മ പറയുമോ, ഞാനിവിടെ നിന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കാന്ന് പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞു കൊടുത്തില്ലെന്ന് ചോദിക്കും. രേവതി പറയും, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പറയും. സച്ചി പറയും, എന്തിനാ അവൾ പറയുന്നത്, നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടതല്ലേ എന്ന് പറയും. സച്ചി അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി എന്തോ പറയുമ്പോൾ ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ശ്രുതി പറയും, എന്നെ പറ്റി എന്തിനാ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ സച്ചി പിച്ച എടുത്ത കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേട്ട് ശ്രുതിയും കൂടി അച്ഛനോട് പോയിട്ട് പരാതി പറയാണ്. അച്ഛൻ പറയാം, ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് കുറച്ച് കേട്ടു എന്ന് പറയും. അമ്മ പറയും, ഇവൻ ബിസിനസ് തുടങ്ങാൻ പോകുന്ന അസൂയ സച്ചിക്ക് എന്ന് പറയും. അപ്പോൾ രേവതി സച്ചിയേട്ടന് ആരോട് അസൂയൊന്നുമില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഷോപ്പിൻ്റെ കാര്യം ഇവിടെ വന്ന് പറയായിരുന്നു ചോദിക്കും. അമ്മ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട എന്താ സാധനം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയും, വെജിറ്റബിൾ ബിരിയാണി മതിയെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, രേവതി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമെന്ന് പറയും. രേവതി പറയും, അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ എല്ലാം അറിയും. അപ്പോൾ രേവതിനോട് പറയും, നന്ദി പോയി വാങ്ങിച്ചുകൊണ്ട് വരും പറയും. ഇത് കേട്ട് അച്ഛൻ പറയും, എന്താ എല്ലാം അവൾ തന്നെ ചെയ്യണമെന്ന് ചോദിക്കും. ഇത് കേട്ട് സച്ചി പറയും, എല്ലാ ജോലിയും അവർ ഇവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയും. എന്നിട്ട് സച്ചി രേവതിയോട് പറയും, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് കൊണ്ടുകൊണ്ടാന്ന് പറയും. രേവതി ചോദിക്കും, സച്ചിയേട്ടനാണോ പോകുന്നത് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ശ്രുതിക്കല്ലേ ബിരിയാണി കഴിക്കണ്ടേ, അപ്പോൾ അവളുടെ കെട്ടിയോ പോയി വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയുക, അതെൻ്റെ അന്തസ്സിനെ ബാധിക്കുന്നൊക്കെ പറയുമ്പോൾ സച്ചി ചോദിക്കും, നിനക്കതിനെ അവിടെ അന്തസ്, ഞാൻ വേണേ എണ്ണി പറഞ്ഞു തരാമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, വേണ്ട നിർത്ത്. ശ്രുതി, നീ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളല്ലേ, നീ അതിനെപ്പറ്റി വളരെയധികം മനസ്സിലാക്കാനുണ്ട്, നീ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചു കൊണ്ടുപോകാമെന്ന് അച്ഛൻ പറയും. അതിന് കാശ് എവിടെയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ കൈ നീട്ടും. അപ്പോൾ സച്ചി കളിയാക്കും, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പോലും നീ കാശ് ചിലവാക്കില്ല. ഇത് കണ്ട് നാണം കെട്ട് ശ്രുതി പറയും, ശ്രുതി ഞാൻ കാശ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് മേളിലോട്ട് പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ പച്ചക്കറീൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇത് പറഞ്ഞ് സച്ചി കളിയാക്കുമ്പോൾ ശ്രുതി പറയും, ശ്രുതി ഞാൻ മെസ്സേജ് അയക്കാം, ശ്രുതി പോകുമെന്ന് പറയും. എന്നിട്ട് സച്ചി അടുക്കളയിലേക്ക് പോകുന്ന രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോയി രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.